എന്നാൽ പാകിസ്ഥാനിൽ ഇസ്രായേലി കണ്ടുപിടുത്തങ്ങൾ ഉപയോഗിക്കുമെന്നതാണ് നമുക്ക് ചിരിയുണർത്തുന്നത്. ഉദാഹരണത്തിന് കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഇന്റൽ പ്രോസസർ ഇസ്രായേലിൽ നിന്നും വരുന്നതാണ്. ഹാർഡ്വെയർ മറ്റേതൊരു കമ്പനിയുടേതായാലും ഇസ്രായേലിനെ ആശ്രയിക്കേണ്ടി വരുമെന്ന് ചുരുക്കം. ഇസ്രായേൽ വിരോധം വെച്ച് പുലർത്തുന്നവർ വികസിതമായ അവരുടെ ഐഡിയകളും ആശയങ്ങളും ഉപയോഗിച്ചിട്ടാണ് എതിർപ്പുകൾ പ്രകടിപ്പിക്കുന്നത്. ഒരുതരം ഭ്രാന്തമായ നിലനിൽപ്പില്ലാത്ത ആശയത്തിന്റെ പുറത്തുള്ള വിരോധമാണ് ഇതെന്ന് ചുരുക്കം. ഇന്ത്യയും ഇസ്രായേലും വളരെ നല്ല ബന്ധം പുലർത്തുന്ന രണ്ട് രാജ്യങ്ങളാണ്. ഇസ്രായേൽ സന്ദർശിച്ച ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എന്നതുകൂടാതെ ഓരോ സന്ദർഭത്തിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത് ഇസ്രായേലിനോട് ബന്ധം സൂക്ഷിക്കുന്നതിനോടൊപ്പം പലസ്തീനിനോടും ഇറാനോടും നല്ല രീതിയിലുള്ള ഉഭയകക്ഷി ബന്ധമാണ് ഇന്ത്യ പുലർത്തിപ്പോരുന്നത്. യാതൊരു വിധത്തിലുള്ള ചേരികളോ കൂട്ടായ്മകളോ സ്വാർത്ഥ ലാഭത്തിനായി ഇന്ത്യ ഉണ്ടാക്കാറില്ല. ലോകത്തിന് ഭീഷണിയാകുന്നവർ മാത്രമാണ് ഇന്ത്യയുടെയും ശത്രുക്കൾ. ഗുജറാത്തിൽ ടിപ്പ് ഏരിയയിലുള്ള സാക്രത് മേഖലയിൽ നാം പാകിസ്ഥാന് പ്രതിരോധം തീർക്കണം. എങ്ങനെയെന്നാൽ പാകിസ്ഥാൻ അവകാശവാദം ഉന്നയിക്കുന്ന പ്രദേശം കൂടിയാണിത്.